ഇടുക്കി മൂന്നാറിൽ KSRTCയുടെ ഡബിൾ ഡക്കർ ബസ്സിലും വിനോദസഞ്ചാരിയുടെ അപകടയാത്ര. ഡബിൾ ഡക്കറിന്റെ മുകളിലത്തെ നിലയിലെ ജനാലയിലൂടെ തലയും ശരീരവും പുറത്തേക്ക് നീട്ടിയാണ് വിനോദസഞ്ചാരി യാത്ര ചെയ്തത്. വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു ബിനീഷ് ആന്റണി. അവനേഷ്, ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ ഡബിൾ ഡക്കർ ബസ്സിൽ ഒരു വിനോദസഞ്ചാരി മുകളിലത്തെ രണ്ടാമത്തെ നിലയിലിരുന്ന ശരീരവും തലയും പുറത്തിട്ട് സാഹസിക അല്ലെങ്കിൽ അപകട യാത്ര നടത്തുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻവശത്ത് പോയിരുന്ന ടൂറിസ്റ്റ് ബസ്സിലെ ആളുകളാണ് ഇത്തരത്തിൽ ഈ അപകട യാത്ര മൊബൈലിൽ പകർത്തി ദൃശ്യങ്ങളടക്കം സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും KSRTC അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് ഈ ഡബിൾ ഡക്കർ ബസ്സിന്റെ മുകളിലത്തെ നിലയും താഴത്തെ നിലയും എല്ലാം തന്നെ കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത ശേഷം കണ്ടക്ടർ താഴത്തെ നിലയിലാണ് ഉണ്ടാവുക. മുകളിൽ ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും അത്തരത്തിൽ പരിശോധിക്കുന്നുണ്ട്. അവർക്ക് ഒരു നടപടി ഉണ്ടാകുമെന്നാണ് KSRTC അധികൃതർ നൽകുന്ന വിവരം. അതേസമയം മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വിനോദസഞ്ചാരിക്കെതിരെയും ഈ ഡബിൾ ഡക്കർ ബസ്സിന്റെ അധികാരികൾക്കെതിരെയും നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മൂന്നാറിലെ ഈ അപകട യാത്ര വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന കർശനമാക്കാനുള്ള തീരുമാനത്തിലാണ്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പ് 6ഓളം ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. ഇത്തരത്തിൽ അപകട യാത്ര നടത്തിയ ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരുമ്പോഴാണ് ഇപ്പോൾ KSRTC ഡബിൾ ഡക്കർ ബസ്സിലും ഇത്തരത്തിലൊരു അപകട യാത്ര ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ ജനാലിലൂടെ ശരീരവും തലയും പുറത്തിട്ട് അത്തരത്തിൽ ഈ അപകട യാത്ര ചെയ്യുന്നത്. മുൻവശത്ത് അതേ സെക്കൻഡ് ബസ്സിന്റെ രണ്ടാമത്തെ നിലയിലിരിക്കുന്ന മുൻവശത്ത് ഒരാൾ മൊബൈലിൽ ഇത് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. ഏതായാലും ഇത് ഈ റീൽസ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇത്തരത്തിലൊരു അപകട യാത്ര നടത്തിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.